വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ആളാരാന്ന് ചോദിച്ചോ? അവള് കൊന്നാലും പറയില്ല. ശരിക്കും കൊന്നുകൊടുത്താ പറയോ? അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നെല്ലും പതിരും വേർതിരിക്കാൻ എനിക്കറിയാം. അവളെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു ഭാനുമതി. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. എന്താ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവരടാ മോളെ. അബദ്ധം ആർക്കും പറ്റും. നിന്റെ അറിവിൽ അങ്ങനെ വല്ല അബദ്ധവും നിനക്ക് പറ്റിയോ കണ്ണപ്പാ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പെങ്ങൾക്ക് വിശ്വാസാവില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? ഞാൻ വരൂല്ല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. അച്ഛൻ പോയാ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. ഇറങ്ങി വാടാ. എടാ, നീ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ? അമ്മ ഇങ്ങോട്ട് വരട്ടെ, നിലയില്ല ചത്തു. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയാ. പെട്ടിട്ടുണ്ടെന്ന് വെച്ച് മക്കളെ ഇങ്ങനെ തള്ളരുത്. നിങ്ങൾ ഒരു തള്ളയല്ലേ തള്ള. സത്യം പറയടാ. നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ? ഞാൻ തൂങ്ങിച്ചാകും. വേണ്ട, ഞാൻ തന്നെ നിന്നെ തൂക്കിക്കൊള്ളാം. വയറ്റിലൊരു കൊച്ചിനെ വെച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത് എവിടുന്ന് ഒപ്പിച്ചതാടി? ഇവിടുന്നോ അതോ നിന്റെ നാട്ടിൽ നിന്നോ? ചോദിച്ചിട്ട് കാര്യമില്ല. ഇവക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അവക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ എന്റെ കയ്യിലുണ്ട്. അതേ ഒരു 4 വാക്ക് ചോദിക്കട്ടോ? തല്ലിത്തകടം ചത്തുപോയാലേ തമിഴ്നാട് മൊത്തം ഇങ്ങോട്ട് ഇളകി വരും. അപ്പൊ എന്തോ ചെയ്യും? അധികം പീഡിപ്പിക്കല്ലേ എന്ന് പറയടാ. അവള് നമ്മുടെ പേര് പറയും. അയ്യോ. കുട്ടികളുടെ അച്ഛൻ നിന്റെ ദേഹത്ത് കൈവച്ച നീ ചത്തുപോകും. അങ്ങേര് നിന്നെ തല്ലുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല. അതാ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ വേദനിപ്പിക്കാതെ പെരുമാറിയത്. എന്താ മോളെ നീ ഇങ്ങനെ? ആരാ നിന്നോട് ഈ മഹാപാപം ചെയ്തത്? പറ, ചൊല്ലേ. ആരാ? നീ എപ്പോഴാടാ വന്നത്? ഇനി വന്നേ. അവളിപ്പോ 1 അല്ല 2 ആടാ. ആര്? പവിഴം. ബഹളം ഞാനും കേട്ടു. അതെന്താണെന്ന് അറിയാനാ ഞാൻ ഇവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യാം, ഇറക്കി തന്നോ, ഞാൻ അവളെ കൊണ്ടുവിടാം. വേണ്ട. അവിടെ എത്തി അവള് നിന്റെ പേരെങ്ങാനും വിളിച്ചു പറഞ്ഞാലേ ആ നാട്ടുകാരെല്ലാരും കൂടി നിന്നെ പിടിച്ചു കെട്ടിക്കും. ആരും കാണുന്നത് പോലെ അല്ലടാ മോനെ. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. നീ വരാൻ കാത്തു നിന്നാടാ. വൈകിയത് കാരണം അഡ്രസ് ഊഹിച്ചെടുത്ത് പരമശിവത്തെ കൊണ്ട് അവിടെ അച്ഛൻ വരാൻ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആർക്ക്? കൗണ്ടർക്കോ? എന്താടാ? ഒന്നുമില്ല. മച്ചമ്പി എങ്ങോട്ടാ? നാട് വിടുത്തതാ ബുദ്ധി. ഇനി ഞാൻ ഇതിനകത്തില്ല. അപ്പൊ തന്റെ കൃഷിയോ? എന്തോന്ന് കൃഷി? അതിലും വലിയൊരു വ്യക്തിത്വം മുളയ്ക്കുന്നതും കാത്തിരിക്കേ ബാക്കിയുള്ളവര്. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. ഓർമ്മയുണ്ടോ? ഒരു ഗുളിക വീണെന്നും പറഞ്ഞ് മച്ചമ്പി ഇരുട്ടത്ത് ഇതിനകത്തൊക്കെ തപ്പി നടന്നത് ഞാൻ കണ്ടതാ. നേരാ, ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, മച്ചമ്പിയുടെ മക്കളും മച്ചമ്പിയും നടന്നിട്ടുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോ ലൈറ്റ് ഇട്ടത് ആരാ? മച്ചമ്പിയല്ലേ? മച്ചമ്പി എന്തിനാണ് ചോദിച്ചത്? അയ്യോ വേണ്ട, വേണ്ട, വിടാനാ പറഞ്ഞത്. അയ്യോ എന്റെ ഈശ്വരാ, എന്തൊക്കെയാണ് കാണിക്കുന്നത്? വിടാൻ.
നേരാ, ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് മതി ഇനിയത്തെ കളി. അത് ഞാനാണെന്നറിഞ്ഞ നിങ്ങൾക്ക് എന്നെ വെട്ടിക്കൊല്ലാം. മറിച്ച് എന്റെ മക്കളോ മച്ചമ്പിയോ ആണെന്നറിഞ്ഞാൽ ഒരു കൊല ചെയ്യാൻ ഞാനും മടിക്കല. ഓടാ പോ, നോക്കൂത്തി പോലെ നിൽക്കാതെ പോയി പറമ്പിലെ പണി നോക്ക്. ഇത് നുള്ളി എടുക്കാൻ എനിക്കറിയാം. ഇത് കാരണം നനച്ചു വളർത്തുന്ന കൃഷികളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എല്ലാത്തിനെയും. ഹരികൃഷ്ണൻ എവിടെടാ? അവൻ കിളക്കാൻ ആഫീസിലേക്ക് പോയി മച്ചമ്പി. ആ, എന്താടാ? അവളെ ഇങ്ങനെ പൂട്ടിയിടാൻ ഇതെന്താണ് ജയിലോ? അതെ, ജയില് തന്നെയാ. പിന്നെ ഞാൻ എന്താടാ ചെയ്യാ? ഞാൻ പൂട്ടും, ഭക്ഷണം ഞാൻ തന്നെ കൊടുക്കും. ശ്വസിക്കാനുള്ള വായു ഇഷ്ടം പോലെ അതിനകത്തുണ്ടല്ലോ. അവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നത് വരെ ഇവിടുത്തെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ അവളെ കാണരുത്. ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കുഞ്ഞിന് സുഖമല്ലേ? പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. என்னங்க, என்ன ஆச்சு? மாரிமுத்து எங்கடி? 2 நாளா நான் அவனை பார்க்கவே இல்லைங்க. அந்த குட்டனாய வந்தானா? ஏங்க, ஏன் அவரை தேடுறீங்க? அந்த நாயரை துண்டு துண்டா வெட்டி போடணும். கற்பூரத்தை கொளுத்தி சாமி காட்டு. ஒரு நல்ல காரியத்தை முடிச்சிட்டு வரேன். ഈ കർപ്പൂരം തൊട്ട് നീ അമ്മയോട് സത്യം പറ. നീ പിഴച്ചതാണോ? അതോ ഈ വീട്ടിലുള്ളവർ വല്ലവരും ആണോ നിന്റെ വയറ്റിലുള്ളതിന്റെ തന്ത? പറയടി, സത്യം പറ. നിന്നെ ഞാൻ സഹായിക്കാം. പിഴച്ചതാണോന്ന് ഞാൻ എങ്ങനെയാ ഇപ്പൊ തമിഴ് ചോദിക്കുക? എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഭാനുമതി, കർപ്പൂരം കാണിച്ചിട്ടുണ്ടായി? ഒന്നും ആയില്ല. ഇത്രയും വലിയ നീളത്തിൽ തമിഴ് പറയാൻ എനിക്കറിയാവോ? അവക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അത് കെടുത്തി വെച്ചേച്ച് നീ അവളോട് ആ തുണിക്കെട്ട് എടുത്തോണ്ട് വരാൻ പറ. അവളുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. പറഞ്ഞു വിട. എന്റെ ഭഗവാനെ, ദൈവം തന്നെ ചെകിടനാക്കിയത് നന്നായി. അല്ലെങ്കിൽ ഒരു 4 അക്ഷരം ഞാൻ തന്നോട് പറഞ്ഞേനെ. പേടിക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. നേരത്തെ കിട്ടുന്ന വാഹനം ഏതാണെന്ന് വെച്ചാൽ അതിന് തന്നെ പൊയ്ക്കുള്ളൂ. കത്ത് കിട്ടിയിട്ട് എവിടെ കൊണ്ടുവന്ന് ആക്കിയാളൊന്നും വരാൻ തോന്നിയില്ലേ? അങ്ങേർക്ക് മുഴുവൻ മനസ്സിലായി. എന്താ കുട്ടി, നീ പോണില്ലേ? നേരായ മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങുക. പിടിച്ചിറക്കി അശുദ്ധമാക്കണ്ട.